ജീവിതത്തിൽ പരീക്ഷണങ്ങൾ നേരിടാത്തവരായി ആരുമില്ല. ശാരീരികമായോ സാമ്പത്തികമായോ കുടുംബപരമായോ മാനസികമായോ പരീക്ഷണങ്ങൾ നേരിട്ടുകൊണ്ടേയിരിക്കും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന പരീക്ഷണങ്ങൾ അള്ളാഹുവിൻ്റെ ശിക്ഷ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. അള്ളാഹു ഒരു അടിമയെ സ്നേഹിക്കുമ്പോഴും പരീക്ഷണങ്ങൾ ലഭിക്കും. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളാണല്ലോ അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾ. അഷദ്ദുൽ ബലായി അൽ അംബിയാഉ എന്ന പരീക്ഷണങ്ങൾ കൂടുതൽ ലഭിക്കുക അമ്പിയാക്കൾക്കാണ്. ഹദീസിൽ ഇങ്ങനെ കാണാം, ഒരു മുഅ്മിനായ മനുഷ്യനെ അള്ളാഹു ശരീരത്തിൽ രോഗം നൽകിയിട്ട്, മക്കളിൽ പ്രയാസം നൽകിയിട്ട്, സാമ്പത്തികമായ നഷ്ടം നൽകിയിട്ട് പരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. ഹത്താ യൽഖല്ലാ, അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് വരെ പരീക്ഷണമാണ്. എങ്ങനെ കണ്ടുമുട്ടുക? വമാ അലൈഹി ഖത്തിഅ, അവനിൽ ഒരു തെറ്റുമില്ലാത്ത വിധം. അഥവാ ഓരോ പരീക്ഷണങ്ങളും പാപമോചനത്തിനുള്ള കാരണങ്ങളാണ്. ക്ഷമിക്കാൻ കഴിയണമെന്ന് മാത്രം. പരീക്ഷണങ്ങൾ നിരന്തരമായി ഒന്നിനു പിന്നിൽ മറ്റൊന്നായി വന്നുകൊണ്ടേയിരിക്കുന്നത് അള്ളാഹുവിൻ്റെ ദേഷ്യത്തിൻ്റെ അടയാളമല്ല എന്ന് നമ്മൾ തിരിച്ചറിയുക. നമ്മെ അള്ളാഹു സ്നേഹിക്കുന്നതിൻ്റെ ഭാഗമാകാം. നമ്മുടെ തെറ്റുകളൊക്കെ പൊറുക്കപ്പെടാൻ അള്ളാഹു തആല ഒരു കാരണമാക്കി പരീക്ഷണങ്ങൾ നമ്മിൽ ഉണ്ടാക്കും. അത് ക്ഷമിക്കാൻ കഴിയുക എന്നത് വളരെ പ്രധാനമാണ്.